ഇന്റർവ്യൂല്ലേ കുറച്ച് ഡീസെന്റ് ആയിട്ടാന്ന് വിചാരിച്ചപ്പം പൈലറ്റിന് ഞാൻ വെള്ളം കുടിച്ചത് ചില്ലറയൊന്നും അല്ല. വെള്ളം കുടിച്ചൊന്നുമില്ല, വെള്ളം കുടിച്ച അത്രയും ഞങ്ങളാ. സെക്കൻഡ് കിട്ടി അവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അടുത്ത എപ്പിസോഡില് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ കണ്ണു തുറന്ന് നമ്മുടെ ലോകം കാണാനുള്ള അവസരവും നമുക്ക്. അവളുടെ ഇൻസ്റ്റാഗ്രാമില് വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. എന്നാൽ നീ ഒന്ന് എഡിറ്റ് ചെയ്ത് എനിക്കിതാ, ഞാനത് കൊളാബിയാന്ന് തന്നെ സമ്മതിക്കില്ലല്ലോ. ഇപ്പൊ ഒരാഗ്രഹം എന്റെ അമ്മയായിട്ട് പിന്നെ അഭിനയിക്കണം. ഇത് വന്നിട്ട് ഗോവിന്ദന് ഒരു ഉമ്മ വരുമ്പോ അയ്യോ ഇതൊന്നും നൂബിൻ കാണുന്നില്ലേ, അപ്പം അല്ലെങ്കിൽ ഞാൻ ഗീതുവിന് ഉമ്മ കൊടുക്കുമ്പോ സാജിന്റെ വീട്ടില് വിനിത കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നത്. മൗലി ഫിലിംസിൻ്റെ സ്മൈൽ ടോക്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നെ എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യും ഞാൻ നിഷ സൈന എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല മലയാളികൾക്കൊരു ഇൻട്രോ വേണ്ടാത്ത ഒരു കപ്പിൾ, ഒരു താര ജോഡിയാണിന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഞാൻ അവരെ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഗീതാ ഗോവിന്ദത്തിലെ ഗീതുവിനെയും ഗോവിന്ദനെയും ഞാനിവിടെ സ്വാഗതം ചെയ്യുകയാണ്. ഹായ്. അപ്പം സെൽഫ് ഇൻട്രോയിൽ തന്നെ തുടങ്ങട്ടെ. കാര്യം എല്ലാവരും ആ ഒരു ഞാനിപ്പോ സെൽഫ് ഇൻട്രോ കേട്ടപ്പോ എനിക്ക് തോന്നിയത് ഞാൻ വെച്ചതിന്റെ പേര് മറന്നു പിന്നെ പറയാൻ വേണ്ടി. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ വരുമ്പോ ആക്ച്വലി എനിക്ക് പുള്ളിക്കാരത്തിനെ അറിയാം, നേരത്തെ അറിയാം. ഫ്രം എൻ്റെ ഫ്രണ്ടിന്റെ വൈഫാണ്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അതെ. അപ്പം എനിക്ക് ആണോന്നല്ല ആണ്. അപ്പം അങ്ങനെ ഒരു പരിചയമുണ്ട്. ഞാൻ ഫ്രണ്ടാണ്. അപ്പം ഞാൻ വന്നപ്പോഴേ ഓക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പം പക്ഷെ എൻ്റെ പേര് ഞാൻ മറന്നുപോകും. ഞാൻ സ്വന്തം പേരല്ല ഏത് പേര് കിട്ടിയാലും ഞാൻ മറക്കും. ഞാൻ ഇപ്പൊ നിങ്ങളാരും മറക്കണ്ട, എന്റെ പേര് ബിനീസ്. അതെ, ഓക്കെ, നമ്മൾ പറയേണ്ട കാര്യമില്ല. സാജൻ സൂര്യ. അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങള്? ഇപ്പൊ മൊത്തത്തില് കത്തി നിൽക്കുവാണ് അല്ലെ? ആ ഒരു സീരിയൽ ആണെങ്കിലും ക്യാരക്ടർ ആണെങ്കിലും ആ ഒരു താര ജോഡി കത്തി നിൽക്കുവാണ്. അപ്പം എന്ത് പറയുന്നു പ്രേക്ഷകരോട്? എന്ത് പറയുന്നു ആദ്യം ബിന്നി പറയട്ടെ, കാരണം ബിന്നിക്കാണല്ലോ ഒരു പുതിയ എക്സ്പീരിയൻസ്. എന്റെ ഫസ്റ്റ് പ്രൊജക്ട് ആണ്. ഇതൊക്കെ ഇഷ്ടംപോലെ കഥകളൊക്കെ കത്തി കേറി ഇന്റർവ്യൂലെ മൊത്തം കാര്യങ്ങൾ അവള് പറഞ്ഞു. അങ്ങനെയല്ല, എന്റെ ഫസ്റ്റ് പ്രൊജക്ട് ആണ്. അപ്പോ വളരെ സന്തോഷമുണ്ട് ഫസ്റ്റ് പ്രൊജക്ടിനെ പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് അല്ല, വളരെ സന്തോഷമുണ്ട്. ലൈക്ക് നല്ലൊരു പ്രൊജക്ട് കമ്മിറ്റ് ചെയ്തു. അറിയില്ല കമ്മിറ്റ് ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നൊന്നും അറിയില്ലായിരുന്നു. ആണോ? അല്ല, അതെ, എനിക്കറിയില്ലായിരുന്നു ഞാനായിരുന്നു നായിക എന്നൊന്നും എനിക്കറിയില്ല. ഇത് ഷൂട്ടിന് വന്നപ്പം പിന്നീടാണ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലാവോ ഞാനാണ് നായിക എന്ന് പറഞ്ഞപ്പോഴേ അവിടെ നിന്ന് നെഞ്ചു തന്നെയൊക്കെ വന്നിട്ട് സൗണ്ടൊക്കെ കേട്ടോ. ഞാൻ അനിയത്തിയായിട്ട് എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന റോളിന് വേണ്ടിയാ വരുന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ ഒരു ഇതനുസരിച്ചിട്ട് ചിലപ്പോ സാജന്റെ അനിയത്തിയായിട്ടായിരിക്കും എന്നുള്ളതാ ഞാൻ വിചാരിച്ചു വെച്ചത്. അതിന്റെ സംഭവം മനസ്സിലായോ? ഇത്രയും പ്രായമുള്ള മനുഷ്യനോട് അപ്പൊ സ്റ്റോറി എങ്ങനെ ആയിരിക്കും, ഇങ്ങനെ നല്ലൊരു റെസ്പോൺസ് പ്രേക്ഷകരിൽ നിന്ന് കിട്ടും, ഇങ്ങനൊരു നല്ലൊരു പേരൊക്കെ ആയിട്ട് കുറച്ച് ഹിറ്റ് ആവും എന്നൊന്നും അന്ന് വിചാരിച്ചില്ല. എന്ന് പറയപ്പെടുന്നു. ഹിറ്റാണല്ലോ, വൈറൽ വൈറൽ താരജോഡികളാണല്ലോ. കേട്ടോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് ഓഫ് കോഴ്സ് പ്രേക്ഷകരാണല്ലോ അത് പറയുന്നത്. ഒരു കിസ്സിങ്ങിന്റെ ഒരു മേക്കിംഗ് സീൻ ഇട്ടിരുന്നു, അതാണ് വൈറലായത്. ഓക്കെ 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 ഓക്കെ. അപ്പോ വളരെ സന്തോഷം ലൈക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റ് ചെയ്യാൻ പറ്റിയ സാഞ്ചാരിയുടെ നായികയായിട്ട് അഭിനയിക്കാൻ പറ്റും. തീർച്ചയായും. അതെ, എനിക്ക് എന്തോ എന്റെ എന്തോ സമയത്തിനല്ല. Oh my God. എനിക്ക് ഒത്തിരി നായകന്മാരില്ല പറയാൻ, അതുകൊണ്ട് ഉള്ളതിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതെ അതെ, നുബിൻ ഹിറ്റാണ്, അവരുടെ റീൽസ് ഹിറ്റാണ്. അതെ അതെ അതെ. അടുത്ത ഇവിടെ എന്താണ് വിശേഷങ്ങൾ? പുതിയ എനിക്ക് വിശേഷങ്ങൾ എന്താണ്? പുതിയ വർക്ക് നല്ല രീതിയിൽ പോകുന്നതിലുള്ള ഏറ്റവും വലിയ സന്തോഷം.
എന്താ പറയുക, നമുക്ക് എന്താ പറയുക, നല്ല ഗിവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ അതിനകത്ത്, അത് ബിന്നി മാത്രമല്ല, അങ്ങനെ അയ്യപ്പൻ ചേട്ടനായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരായാലും എൻ്റെ അനിയത്തിയായിട്ട് അഭിനയിക്കുന്ന രേവതി ആണെങ്കിലും, ഏറ്റവും ലാസ്റ്റ് ഇപ്പം നമ്മളെ ജോയിൻ ചെയ്ത ജോഷി ആണെങ്കിലും, കാഞ്ചനായിട്ട് അഭിനയിക്കുന്ന എല്ലാവരും പറയുന്ന പോലെ നമ്മൾ ഒരു ഫാമിലിയാണ്. അപ്പോൾ ഒരു ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും തമ്മിൽ ഇതുവരെ 200 എപ്പിസോഡ് ഇപ്പോൾ ആയി, ഏകദേശം ഒരു 1 year ആവും. തീർച്ചയായിട്ടും നമ്മളെ എല്ലാവരും തമ്മിൽ ഭയങ്കര ഫാമിലി പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന തൽക്കാലം ഇപ്പോൾ വലിയ സാധാരണ സീരിയലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നായികയ്ക്ക് അനിയത്തിയെ കണ്ടുകൂടാ, അനിയത്തിക്ക് അമ്മയെ കണ്ടുകൂടാ, അമ്മയ്ക്ക് ജോലിക്കാരിയെ കണ്ടുകൂടാ എന്ന് പറയുന്ന രീതിയിലായിരിക്കും. അതൊന്നും ഇല്ലാത്ത ഒരു വർക്ക് നമ്മുടെ വർക്കിന് കഥയിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ക്യാരക്ടർ വൈസ് നെഗറ്റീവ് പോസിറ്റിവിറ്റി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മള് ലൈവായിട്ട് ഇരിക്കുമ്പോൾ ആരും തന്നെ അങ്ങനെ ഇല്ല. ഇവിടെ വരുമ്പോൾ ഭയങ്കര വൈബാണ്. അത് അമൃത ആയാലും ശരി, എല്ലാവരും അജു ആയാലും ശരി, ഭയങ്കര ഫണ്ണാണ് അല്ലേ? ലൊക്കേഷൻ ഭയങ്കര ഫണ്ണാണ്. നമ്മൾ വരുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ്, ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും നിൽക്കുന്നതും. നമുക്ക് ആരും എന്താ സീനിയർ എന്നോ ജൂനിയർ എന്നോ ഇല്ല. സന്തോഷേട്ടനാണെങ്കിലും ശരി, ഉമ്മയായാലും ശരി. അത് അങ്ങനെ ആവാൻ കാരണം ഈ സീനിയേഴ്സ് തന്നെയാണ്. നമ്മൾ അതിൽ നിന്നാണല്ലോ പഠിക്കുന്നത്. സീനിയേഴ്സ് ആയിട്ടുള്ള സാഞ്ചേട്ടൻ, ഉമ്മ ചേച്ചി, സന്തോഷേട്ടൻ, ഇവരൊക്കെ തന്നെയാണ് അങ്ങനെ ഞങ്ങളുടെ കൂടെ തന്നെ ഒരേ ലെവലിന് പിടിച്ചത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഫാമിലി പോലെ നമുക്ക് തോന്നുന്നത്. അത് ഭയങ്കര ക്യാരക്ടറിനെ നമുക്ക് എന്താ പറയാ, സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. കാരണം ബിന്നിയായിട്ട് ഇപ്പൊ നമ്മളിപ്പോ അകൽച്ച പാലിച്ചിട്ടോ, പുതിയ കുട്ടിയാണ്, അകൽച്ച പാലിച്ചിരുന്നെങ്കിൽ നമ്മൾ തമ്മിലുള്ള ആ ഒരു ഇന്റിമസി സീൻസിനൊന്നും കിട്ടത്തില്ല. നമുക്ക് ആ ഒരു ബാരിക്കേഡ് നമ്മൾ ആദ്യമേ പൊളിച്ചു കളഞ്ഞു. അപ്പൊ ആ ബാരിക്കേഡ് ആദ്യമേ പൊളിച്ചു കളഞ്ഞപ്പോൾ ഇതെല്ലാവരും അനിയത്തിയായിട്ട് ഓക്കെ, അവൾക്കും ആദ്യം ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവളെ കെട്ടിപ്പിടിച്ച് അവൾക്ക് ഒരു ഉമ്മ കൊടുത്തപ്പോൾ എല്ലാം പറയും. അവളെ കെട്ടി ഫസ്റ്റ് സീനിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ പൈലറ്റ് ചെയ്യുമ്പോൾ തന്നെ അവളെ ഓടി വന്നു അവളെ കെട്ടിപ്പിടിച്ച് അവളൊരു ഉമ്മ കൊടുത്തപ്പോൾ അപ്പൊ ആ ബാരിക്കേഡ് അവിടെ നിന്ന് തന്നെ അങ്ങ് പൊളിഞ്ഞു. അപ്പം എല്ലാവരുമായിട്ട് നമുക്ക് എന്താ പറയാ, നമുക്ക് ഭയങ്കര ബോണ്ടിങ് ഉള്ള ഒരു വർക്കാണത്. അപ്പൊ അങ്ങനത്തെ ഒരു വർക്കിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അത് ഇപ്പൊ എന്താ തൽക്കാലം കയറി വരുന്നുണ്ട്. ഇപ്പൊ റേറ്റിംഗിലും വലിയ കുഴപ്പമില്ലാണ്ട് എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. ജനങ്ങളിലോട്ട് എത്തുന്നുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ സാധാരണക്കാർ തൊട്ട് മുകളിൽ ഹൈ ലെവലിലുള്ള ആൾക്കാർ വരെ സീരിയൽ കാണുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളവിടെ കഥകൾ എന്താ പറയുക, നമ്മുടെ ഇതിന്റെ കഥകൾ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. നമ്മൾ സീരിയൽ അവിടെ നിൽക്കട്ടെ, ഫാമിലി ലൈഫ് എന്താണ്, അതൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. ഒരു കുഞ്ഞു ഫാമിലി, ഒരു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. നൂബിന്റെ വീട്ടില് മമ്മി പപ്പ ചേട്ടൻ ചേച്ചി, എന്റെ വീട്ടിൽ അതുപോലെ തന്നെ മമ്മി പപ്പ ചേട്ടൻ ചേച്ചി, അങ്ങനെ തന്നെ. ഞങ്ങൾ ഇവിടെ ട്രിവാൻഡ്രം ഷൂട്ടൊക്കെ ആയതുകൊണ്ട് ഇവിടെ സെറ്റിൽഡ് ആയി. അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. രണ്ടുപേരും തിരക്കാണ്. അതെ, തീർച്ചയായിട്ടും. ഞങ്ങളുടെ വലിയ ഫാമിലിയാണ്. അച്ഛനില്ല, അച്ഛൻ മരിച്ചുപോയി. അമ്മ എൻ്റെ അമ്മയുണ്ട്, വൈഫിൻ്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. പിന്നെ ഞാൻ, എൻ്റെ വൈഫ്, 2 മക്കള്. ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 7th പഠിക്കുന്നു. ഡിഗ്രിക്ക് പഠിക്കുന്നൊന്നും പറയണ്ട. ആദ്യം സാഞ്ചന്റെ കാര്യോടെ പറഞ്ഞപ്പോഴേ എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് ഒരു കമന്റ് വന്നതാണ്. പുള്ളിയെ കണ്ടാല് വയസ്സൊന്നും പറയില്ല, ഭയങ്കര യങ്ങായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ പറയാം മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞ ആളെ ഞാൻ പിന്നെ കാണിച്ചു തരാം. അതിന്റെ ആവശ്യമില്ല, ഒരു ക്രെഡിറ്റ് ആണല്ലേ അത്. സ്റ്റിൽ യു ആർ സോ യങ്. സോ എനിക്ക് തോന്നുന്നത് ഫ്രം ദ ഫാമിലി, ഫാമിലിയുടെ ഭയങ്കര സപ്പോർട്ട്, ചെറിയ സപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല, വലിയ സപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് നിൽക്കാൻ പറ്റുന്നത്. അതെ, തീർച്ചയായിട്ടും. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി അഭിനയ രംഗത്തുള്ള ആളാണ്. ബൈ പ്രൊഫഷൻ അല്ലെങ്കിൽ ആക്ടിങ്ങിൽ എത്തിയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? എനിക്കിപ്പോ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എത്ര വർഷമായി കാണും? ഞാനിപ്പോ ഏകദേശം ഒരു 23-24-25 ഏകദേശം ആവുന്നുണ്ട്. 2000 തൊട്ടാണ് കണ്ടിന്യൂസ് സീരീസ് ചെയ്തു തുടങ്ങിയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 23 years. അതിന് മുമ്പ് ശരിക്കും പറഞ്ഞ 99 ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട്. എന്താ ഒരു 23-24 years എന്ന് പറയാം ഏകദേശം. ഇവിടെ ആയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ആക്ടർ അല്ലാത്ത കാര്യം എനിക്കിപ്പം ഈ പറയുന്ന പോലെ ഇപ്പൊ ചിന്തിക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ ഞാനിപ്പോ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ജീവിച്ചത് എന്താ പറയാ, നമ്മുടെ ജോബാണ്. ഇപ്പൊ നമുക്കിപ്പം ജോലി എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഞാൻ ഈക്വൽ ആയിട്ട് കൊണ്ടു കിടക്കുന്നുണ്ട്. പക്ഷെ രണ്ടും ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ടിങ്ങും കൂടെ എൻ്റെ ലൈഫിലോട്ട് വന്നപ്പോൾ ഞാനത് എൻ്റെ ലൈഫ് പൂർണ്ണമായി എന്ന് പറയും, നമ്മൾ പൂർണ്ണമായി എന്ന് പറയാൻ പറ്റില്ല, പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി കുറേ സിനിമകൾ ചെയ്യണം, സിനിമയിൽ കുറേ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ലൈഫ് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. എന്നിരുന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നതിൻ്റെ എല്ലാ സുഖവും എനിക്ക് ലൈഫിലുണ്ട്.
ഇവിടെ? ഞാൻ ബൈ പ്രൊഫഷൻ മെഡിക്കലാണ്, ലൈക്ക് ഡോക്ടറാണ്. ഒരു 1 year വർക്ക് ചെയ്തു പഠിച്ചെല്ലാം കഴിഞ്ഞിട്ട്. അത് എനിക്ക് പ്രതീക്ഷിക്കാതെയാണ് ഇതിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ ആക്ടർ ആണെന്നുള്ള ആഗ്രഹമില്ലായിരുന്നല്ലേ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു മുമ്പ്. പക്ഷെ ഞാനൊരു മൂവി ചെയ്തിരുന്നു. മൂവി ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ തോപ്പിൽ ജോപ്പൻ ചെയ്തതിന് ശേഷം. അപ്പൊ ആ മൂവി ചെയ്ത് അതിന്റെ റെസ്പോൺസ് കിട്ടി തുടങ്ങിയപ്പോൾ ആ മൂവി ചെയ്യാൻ പോയപ്പോൾ പോലും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ചെയ്യാനായിട്ട്. ചെയ്ത് റെസ്പോൺസ് കിട്ടിയപ്പോൾ ഞാൻ ഇത് ഭയങ്കര കൂളാണല്ലോ, എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. കാരണം അതിലെനിക്ക് വലിയതായിട്ട് പെർഫോമൻസ് ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് പാട്ടിന്റെ കുറച്ച് സീക്വൻസുകളും ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഫണ്ണായിട്ട് അത് ഭയങ്കര സുഖമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കൊള്ളാലോ സംഭവം, അങ്ങനെ ചാൻസ് കിട്ടിയാൽ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ആ ടൈമിൽ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് വന്നിരുന്നു മൂവീസിന്. പക്ഷെ പഠിത്തമായതുകൊണ്ട് വീട്ടിൽ നിന്ന് വിട്ടില്ല. പിന്നെ അത് എന്റെ സീരിയലിൽ വരുമെന്നൊന്നും ഒരു കണക്കുകൂട്ടലുകളും ഇല്ലായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞു ഇങ്ങനെ ഒരു ഓഫർ വന്നു. അപ്പോൾ ഇതിലേക്ക് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് വന്നത്. ഞാൻ പറഞ്ഞത് അല്ല, ചെയ്ത് നോക്കാം, നീ പോയി നോക്ക്. കാരണം ജോസേട്ടനാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ജോസേട്ടൻ്റെ അടുത്ത് നോ പറയാൻ പറ്റില്ല, നൂബിന് നോ പറയാൻ പറ്റില്ല. അപ്പൊ എൻ്റെ അടുത്ത് നീ പോയി നോക്ക്, പോയിട്ട് വാ എന്നുള്ള രീതിയിൽ. ഞാൻ പോയിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ പൊന്നേ, പൈലറ്റിന് ഞാൻ വെള്ളം കുടിച്ചത് ചില്ലറയൊന്നും അല്ല. കുറെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പെർഫോമിങ് സീക്വൻസ് ഒക്കെ ആയിരുന്നു. അപ്പം ഞാനാണ് നായിക എന്നറിയാതെ ഞാൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ എൻഡിലാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും ഡയലോഗ് എനിക്ക് മാത്രമോ, അപ്പൊ ഞാനാണോ ഇതിനകത്ത് സംഭവം എന്നൊക്കെ ഉള്ള സംഭവം എനിക്ക് അപ്പോഴാണ് വെള്ളം കുടിച്ചൊന്നുമില്ല, വെള്ളം കുടിച്ച അത്രയും ഞങ്ങളാ പോയി. അതാണ് ഇവര് വെള്ളം പിടിക്കുന്നത് കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായി സീരിയസ്ലി ഭയങ്കരമായിട്ട് കുറെ കഷ്ടപ്പെട്ടു. ടെൻഷനാണ്. കാരണം മൂവി പോലെ അല്ലായിരുന്നു. കുറെ ഡയലോഗ്സും കാര്യങ്ങളുണ്ട്, പൊസിഷൻ കീപ്പ് ചെയ്യണം, ലൈറ്റ് ക്യാച്ച് ചെയ്യണം. അപ്പൊ അതൊക്കെ എനിക്ക് ആസ് എ ബിഗിനർ എനിക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. പിന്നെ കുറെ ഡയലോഗ് അതും ഭയങ്കര പവർഫുൾ ആയിട്ടൊക്കെ പറയേണ്ട കാര്യങ്ങളായിരുന്നു. അത് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ ഈ പഠിക്കില്ല ഗ്രൂപ്പിന്റെ അടുത്ത്, എന്തായാലും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ എന്തായാലും പോത്തില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുക. അതുകൊണ്ടാണ് എങ്ങനെയോ സെലക്ട് ആയി. അല്ലേ, എങ്ങനെയാ സെലക്ട് ആയെന്നൊന്നും അറിയില്ല, എങ്ങനെയോ സെലക്ട് ആയി. ഞാൻ തന്നെ അതിശയിച്ചു. അല്ല, അതാണ് ഈ ഫസ്റ്റ് പടത്തിന് ഭയങ്കര സുഖം അനുഭവിച്ചുകൊണ്ട് ഇവിടെ ചില സമയങ്ങളിൽ 12 മണി, ചിലപ്പോൾ രാവിലെ 5 മണി വരെയൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. 5 അല്ല 6 മണി വരെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. രാത്രിയാണോ അയ്യോ ഉറക്കം പറഞ്ഞേ, എനിക്ക് ഉറക്കം പറഞ്ഞേ, നല്ല ചൂടാണ് അയ്യോ ചൂടിരുന്നേ. ഇത്തരം കഷ്ടപ്പാടുകളൊന്നും അവർ അനുഭവിക്കാത്ത എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ വർക്ക് കഴിയുമ്പോൾ ഞങ്ങളൊക്കെ പൊളിച്ചു കൊടുക്കും. ഞങ്ങൾ ആദ്യം വെച്ച് ഡോക്ടറൊക്കെ അല്ലേ, അപ്പൊ പിന്നെ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ഒരാളായിരിക്കുമല്ലോ. ഇങ്ങനെ ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്തു, ഡൽഹിയിൽ ഗവൺമെന്റ് സർവീസിലൊക്കെ ആയിരുന്നു. അപ്പൊ ഭയങ്കര വർക്ക് ചെയ്തു. എന്നിട്ട് ആ സമയത്ത് വന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ദിവസം 10,000-10,000 ഡെലിവറി ഒക്കെ എടുത്തിട്ടുണ്ടോ തള്ളി വിട്ടില്ല. അപ്പൊ ഞാൻ വെച്ച് ഇവിടുത്തെ ഷൂട്ടൊന്നും അല്ലായിരിക്കും, ചൂടൊന്നും പ്രശ്നമല്ലായിരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് ഈ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാനാണ് പറഞ്ഞത്. ചൂട് പണ്ടേ എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, പരാതി പറയുമെങ്കിൽ നമ്മൾ നിന്ന് ചെയ്യാറുണ്ട്. ശരിയാണ്, എന്തോ അനുഭവിച്ചു നിന്നോട് കൂടെ. ഞങ്ങളിപ്പോ കാട്ടിൽ കുറെ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് മഴ, ഫുൾ ടൈം മഴ, വീഴ്ച, അട്ട, ചെളി, ഉറക്കമില്ലായ്മ, ഇതൊക്കെയാണ്. പക്ഷെ കൂടെ കട്ടക്ക് നിന്ന് ചിലക്കിടക്ക് പറയും. ഞങ്ങളാരും മനുഷ്യരല്ലേ, ഞങ്ങളാരും പറയുന്നല്ലോ. നിങ്ങൾ സീനിയർ ആർട്ടിസ്റ്റ്, കുറെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളിൽ നിന്ന് അതും ശ്രദ്ധിക്കണം, ആ വാക്ക് സീനിയർ. അതർ ദാൻ ദിസ് പറഞ്ഞു, ബൈ പ്രൊഫഷൻ ഗവൺമെന്റ് സർവന്റ്, അല്ലാതെ എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ വരുന്നത്? അല്ലാതെ സത്യം പറഞ്ഞ ഹോബീസ് ഒന്നും ഇപ്പൊ സമയം കിട്ടാറില്ല. ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. നമുക്ക് ആത്മാ എന്ന് പറയുന്ന നമ്മുടെ അസോസിയേഷൻ ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പം പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജ് പഠിക്കുമ്പോഴും കളിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കളിക്കില്ലായിരുന്നു. ഇപ്പം പിന്നെ അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷം കളി തുടങ്ങി. കോവിഡ് ആയ സമയത്ത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനത്തെ ഒരു ഹോബി എന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ് കളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കഴിയുന്ന ധാരാളം സിനിമ കാണും, പറ്റുന്ന സമയത്ത് വായിക്കുമായിരുന്നു. അതിപ്പോൾ എനിക്ക് തോന്നുന്നു അതും ഒരു ഈ വർക്ക് തുടങ്ങിയതിന് ശേഷം വായന ഏകദേശം സ്റ്റോപ്പ് ആയതുപോലെയാണ്. ഒരു വർഷം ഒന്നല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വർക്ക് തുടങ്ങിയിട്ട് 2.5 വർഷത്തോളമായി പൈലറ്റൊക്കെ ചെയ്തിട്ട്. ആ സമയത്ത് വായന ഉൾപ്പെടെയുള്ള എല്ലാം സ്റ്റോപ്പ് ചെയ്താണ് ഇപ്പൊ നടക്കണില്ല ഒന്നും. സിനിമ കാണുന്നത് മാത്രം കണ്ടിന്യൂ നടക്കുന്നു. ഹോബി എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ മാക്സിമം ടൈം കിട്ടുന്ന ടൈം മൊത്തം എങ്ങനെയും ഫാമിലിയായിട്ടും പിള്ളേരുമായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അവിടെ എങ്ങനെയാണ് എന്റെ ഹോബി? എനിക്കറിയാം,
അല്ല അല്ല അല്ലേ? അല്ല ഉറക്കം. എന്നെ കണ്ട അങ്ങനെ ഉറക്കം. ഏതാന്ന് ഉറക്കം. ഒരു സെക്കൻഡ് കിട്ടി അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇവിടെ സെറ്റിൽ ഇരുന്ന് ഉറങ്ങാറില്ല. ആര് പറഞ്ഞു? സെറ്റിൽ ഇരുന്ന് ഉറങ്ങാറില്ല, സമയം കിട്ടാറില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിന്ന് രണ്ടൊരു അടി ഉണ്ടാക്കി എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് ഇവിടെ അടുത്തല്ലേ വീട് നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. എപ്പോ വീട്ടിലാണെങ്കിൽ എപ്പോ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങി ഇപ്പൊ എണീച്ചു. എനിക്ക് ഇതല്ലാണ്ട് ഒരു സാധനം ഞാൻ കേട്ടിട്ടേ ഇല്ല. ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും എനിക്കും ഇഷ്ടമാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും ഇഷ്ടമാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അല്ല, ഞാൻ അങ്ങനെ അങ്ങനെ നമ്മൾ ചിലരുണ്ട്, ചിലർക്ക് നമ്മളെ വെളിയിലൊന്നും പോകത്തില്ല, ഇങ്ങനെ ചുമ്മാ ഉറങ്ങിക്കൊണ്ടിരിക്കാൻ തോന്നും അല്ലേ? അത് ഈ ഉറങ്ങുന്ന ഓരോ സമയം ഉണ്ടല്ലോ, നമ്മൾ അത് 7-7.5 മണിക്കൂർ ഉറങ്ങിക്കോ, അല്ലാതെ ഉറങ്ങുന്ന ഓരോ സമയം അടുത്ത എപ്പിസോഡില് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ കണ്ണു തുറന്ന് നമ്മുടെ ലോകം കാണാനുള്ള അവസരമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. തലവേദന എടുക്കുന്നല്ലേ എനിക്ക് തലവേദന എടുക്കും. പക്ഷെ ഞാൻ ഉറങ്ങാനിട്ട് വന്നല്ലേ ആ, ഞാൻ ഉറങ്ങിയിരിക്കും. അവിടെ. കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞു. ഓക്കെ ഫൈൻ. അപ്പം ഇനി ഹോബി വേണ്ട, ഇനി ഹോബി വേണ്ട. മച്ചള ഹോബി മച്ചള. വേറെ എന്തൊക്കെയാണ് പുതിയ, ഇതല്ലാതെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലൈഫിലാണെങ്കിലും ബാക്കി വർക്കിന്റെ ആണെങ്കിലും? ഇപ്പം വേറെ ഒരു വിശേഷങ്ങളും ഇല്ല. പക്ഷെ ഇവിടെ ഭയങ്കര റീൽസും കാര്യങ്ങളും ഭയങ്കര ഫോട്ടോ കണ്ണ് തട്ടിയതാന്ന് തോന്നുന്നു. ഇപ്പൊ ഒന്നും എടുക്കാൻ സമയം കിട്ടാറില്ല. പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്തായാലും. വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യുന്നുണ്ട്, മൊബൈലിൽ എഡിറ്റിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, സ്വന്തമായിട്ട് തന്നെയാണ് എഡിറ്റ്? എന്തെങ്കിലും പഴയ ഒരു വീഡിയോ ഇല്ലെങ്കിലും പഴയതെങ്കിലും എടുത്തിട്ട് 4 പാട്ടെങ്കിലും ഇട്ട് രാവിലെ കാണാൻ പറ്റും. എന്നെ കുറ്റം പറയുകയും ചെയ്യും. എന്നിട്ട് കൊളാബ് ഇടുവോ, പിന്നെ കൊളാബ് ഇടുവോ എന്ന് ചോദിച്ചാൽ പഴംപൊരി എങ്ങനെയുണ്ട്, വലിയ നടനാണ്. അതും വെറും പക്ഷെ വേറെ കാര്യം, ബിന്നിക്ക് അത് മാത്രം മതി. ഞാനിപ്പോ ഒരു 10,000 രൂപ വേണോ, ഒരു പഴംപൊരി വേണോന്ന് വെച്ചാൽ ബിന്നി പഴംപൊരി വേണമെന്നേ പറയുള്ളൂ. സിംപ്ലിസിറ്റിയാണ് ഞാൻ പറഞ്ഞത്. പൈസക്ക് വേണ്ടിയിട്ടല്ല, പഴംപൊരിക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നതെന്നുള്ള സിംപ്ലിസിറ്റിയാണ് ഞാൻ പറഞ്ഞത്. സാലറി കട്ടിയിട്ട് അതുമല്ല, സ്നേഹത്തിന്റെ പേരിലാണെന്ന് പോലും പറയുന്നില്ല, പഴംപൊരിയുടെ പേരാണ്. സ്നേഹത്തിന്റെ പേരില്ല, ആർക്ക് അത് സ്നേഹത്തിന്റെ പേരിൽ നൂവിന് മാത്രം എല്ലാം എഡിറ്റ് ചെയ്ത് ഫോട്ടോസ് എല്ലാം ചെയ്തു കൊടുക്കും. നമ്മുടെ ഏതെങ്കിലും ഡ്രസ്സിന്റെ ഒരു കൊളാബ് കിട്ടുകയാണെങ്കിൽ മാത്രം അങ്ങനെ പറയണം. ഏതെങ്കിലും ഒരു ഡ്രസ്സിന് ഒരുമിച്ച് കൊളാബ് കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മുടെ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ കാല് പിടിക്കും നൂബിന്ന് സാഞ്ചേട്ടന് അറിയില്ല എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പം ഞാൻ എന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങളിൽ. അപ്പം ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുക്കും. ഹെൽപ്ഫുൾ എന്ന് പറയാം. അവളുടെ ഇൻസ്റ്റാഗ്രാമില് വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. എന്നാ നീ ഒന്ന് എഡിറ്റ് ചെയ്ത് എനിക്കിതാ, ഞാനത് കൊളാബ് ചെയ്യാൻ തന്നെ സമ്മതിക്കില്ലല്ലോ. അതെന്തുകൊണ്ടാ? ആക്ച്വലി സീരിയലും നിങ്ങൾ ഇതുപോലെ അടിയാണോ എപ്പോഴും? ഇതിപ്പോ നടുക്കെന്തെങ്കിലും വെക്കാൻ പറ്റുമോ? ഞാൻ ഇട്ടു കൊടുക്കുന്നതാണ്. ഇപ്പൊ ഇന്റർവ്യൂ ഇല്ലേ, കുറച്ച് ഡീസന്റ് ആയേക്കാന്ന് വിചാരിച്ചപ്പോ തോന്നില്ല. ഒരു കപ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു ജോഡി ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഇൻ ഫ്യൂച്ചറിൽ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും? പറഞ്ഞു ഒന്നേ ഉള്ളൂ. എന്റെ അമ്മയായിട്ട് പിന്നെ അഭിനയിക്കണം ആഗ്രഹം. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ പറയണം. അങ്ങനെയല്ല, ബിന്നിയും അഭിനയിപ്പിക്കുന്ന കാര്യമല്ല. എന്റെ മമ്മി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മമ്മി ആദ്യം വന്ന് കമന്റ് ചെയ്യണം. ഇതിന് എന്ത് റിപ്ലൈ കൊടുക്കും? നിന്റെ മമ്മിയല്ലേ? നിന്റെ മമ്മിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യുള്ളൂ. നിന്റെ മമ്മിയും നമ്മുടെ ആന്റി ഉണ്ടല്ലോ, ആന്റി ആണെന്ന് പറയാം. സാജൻ പറയുന്നത് വളരെ കറക്റ്റാണ്. സാഞ്ചേട്ടൻ അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഇനി ലൈഫിൽ ചെയ്യണം? ഒത്തിരി വേഷങ്ങൾ ചെയ്ത ആളാണ്. അങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സ്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒത്തിരി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടില്ല. ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഈ പറയുന്ന ഒരു ഈ സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലേവറുള്ള. ഇപ്പൊ നമ്മൾ ഗീതാ ഗോവിന്ദത്തിൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ കഥാപാത്രമേ അല്ല. ഞാൻ ഇത്രയും നാള് ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ഫ്ലേവറുള്ള ക്യാരക്ടറാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രം വേണമെന്ന് സത്യം നമുക്ക് അറിയില്ല. നമുക്കിപ്പോ ഇവിടെ ഇതിനകത്ത് എന്താ പറയാ, ഭയങ്കര നാട്ടും പ്രദേശത്തുകാരനായിട്ട് വില്ലനായിട്ട് ഞാൻ അത് റെയറാണ്. ഈ പറയുന്ന ഭാര്യ എന്ന് പറയുന്ന സീരിയല് വാക്കത്തി നരൻ എന്ന് പറയുന്ന ക്യാരക്ടർ റെയറാണ്. എന്റെ രൂപം വെച്ചിട്ടൊക്കെ ചിലപ്പോൾ എനിക്ക് കിട്ടാത്തൊരു ക്യാരക്ടറായിരിക്കും. അപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇപ്പൊ കുങ്കുമപ്പൂല മഹേഷ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. പക്ഷെ അത്തരം ക്യാരക്ടേഴ്സ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ ലൈഫിൽ ഏറ്റവും ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയിട്ടുള്ള ക്യാരക്ടറാണ് കുങ്കുമപ്പൂല ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പം പക്ഷെ എന്താ പറയുക, അങ്ങനത്തെ ഒരു
എന്ത് ക്യാരക്ടർ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ ക്യാരക്ടറും ചെയ്യാൻ എനിക്ക് ആഗ്രഹമാണ്. പക്ഷെ നമ്മളിപ്പോ എല്ലാവരും ചോദിക്കും ഗീതാ ഗോവിന്ദത്തിന്റെ ഗോവിന്ദിന്റെ ഒരു ഭയങ്കര പ്രത്യേകതയുള്ള ക്യാരക്ടർ എന്ന് ആരെയും പറഞ്ഞു, ഞാൻ പറയും ഒരിക്കലുമല്ല. ഗീതാ ഗോവിന്ദന്റെ ക്യാരക്ടർ ഞാൻ പല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനെയും ഫ്ലേവർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അങ്ങനെയുള്ള. അപ്പൊ അങ്ങനത്തെ ഒരു ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഒത്തിരി ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നല്ലാണ്ട് ഒരു സീരിയൽ നടൻ എന്നുള്ള രീതിയിൽ നമുക്ക് അത്രയും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു സിനിമാ നടന് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഒരുപാട് പ്രതീക്ഷിക്കാം. സീരിയൽ നടന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ കിട്ടുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് വേണ്ടിയിട്ടല്ല എഴുതി വരുന്നതൊന്നും. ഒരു കഥ വരികയും ആ കഥയിലോട്ട് നമ്മളെ ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് വേണ്ടി ഇവിടെ ഒരു കഥ ഉണ്ടാവാറില്ല. ഒരു സീരിയൽ നടന് വേണ്ടിയിട്ട് ഒരു കഥ ഉണ്ടാവാറില്ല. അങ്ങനെ ഒരു സീരിയൽ നടന് വേണ്ടിയിട്ട് കഥ ഉണ്ടാവുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ആഗ്രഹങ്ങൾ പറയാം. അപ്പൊ ആഗ്രഹങ്ങൾ പറഞ്ഞ് വെറുതെ ആഗ്രഹിച്ചിരിക്കാനേ പറ്റും. നല്ല കഥാപാത്രങ്ങൾ വരുമ്പോൾ ഭഗവാനെ നമ്മളെ സെലക്ട് ചെയ്യുന്നതെന്ന് മാത്രം ആഗ്രഹിക്കാൻ ഇപ്പൊ പറ്റും. എങ്ങനെയാണ് നെഗറ്റീവ് റോൾസിനോടുള്ള അഭിപ്രായം? അങ്ങനെ ഏറ്റവും ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയില്ല, എനിക്ക് നെഗറ്റീവ് റോൾസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഫ്രീഡത്തിനനുസരിച്ച് നമുക്ക് എന്ത് വേണോ ചെയ്യാം. ഇപ്പൊ നമുക്കിപ്പോ ഗോവിന്ദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് ഫ്രീഡം ഉണ്ട്. ഇപ്പം ഫ്രീഡം ഉണ്ടെന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് ഒരു 45-46 വയസ്സുള്ള ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ തുടക്ക സമയത്ത് ഗോവിന്ദ് എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര സീരിയസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഭയങ്കര കരച്ചില്, അത് ഇത് ദേഷ്യം എന്ന് പറയുന്ന ഒരു രീതിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗോവിന്ദന്റെ ലൈഫിലോട്ട് ഒരു പെണ്ണ് വന്നു. ആ പെണ്ണ് വന്ന് ഇയാൾ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഇയാളുടെ ലൈഫിലേക്കാണ് ഒരു പെണ്ണ് വന്നത്. അപ്പോ ഇയാൾ ഈ പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് കോമാളിത്തരവും കാണിക്കും. നമ്മുടെ ആക്ച്വലി നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഞാൻ പുറത്ത് പെരുമാറുന്നത് പോലെ അല്ല ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളുടെയും എൻ്റെ പിള്ളേരുടെയും ഭാര്യയുടെയും അമ്മയുടെയൊക്കെ മുമ്പ് ഞാനൊരു കോമാളിയായിരിക്കും. ഞാൻ കോമാളി വേഷം കിട്ടും. കാരണം വെച്ചാൽ അവരെ ഇംപ്രസ് ചെയ്യാനും അവരെ സ്നേഹം കിട്ടാനും അവരെ സ്നേഹിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ കോമാളി വേഷം കിട്ടുന്നത്. ഇതിനകത്തിട്ട് ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരാള് ഗീതുവിന്റെ മുമ്പിലും ഗീതുവിന്റെ സ്നേഹം കിട്ടാനും വേണ്ടിയിട്ട് കോമാളി വേഷം കെട്ടുക, ഒത്തിരി കോമാളി വേഷം കെട്ടുന്നത്. അത് അയാളുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ അയാളുടെ റിയൽ ലൈഫിൽ വരുമ്പോൾ ഇയാള് ഭയങ്കര എന്താ പറയുന്ന ജെന്റിലായിട്ട് പെരുമാറുന്ന, ഓഫീസിൽ കോമാളി വേഷം കാണിക്കുന്ന ഒരാളല്ല. അപ്പൊ ഇതിനകത്ത് ഒരു ഗ്രേ ഷെയ്ഡ് ആക്കും. ഇയാൾക്ക് ഒരു ചെറിയൊരു ഇവരുടെ കല്യാണം നടത്താതിരിക്കാൻ ഒരു വില്ലൻ ഒരു സാധനം അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം ഇങ്ങനത്തെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഈ നരൻ എന്ന് പറയുന്നത് അത്ര വില്ലനായിരുന്നു. അപ്പം വില്ലൻ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രീഡം കിട്ടും. പിന്നെ ആൾക്കാർ നമ്മൾ എത്രത്തോളം വെറുക്കും അത്രത്തോളം നമ്മൾ ചെയ്യുന്ന കഥാപാത്രം ഏറ്റവും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് വില്ലൻ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ഇനിയിപ്പോ എനിക്കൊരു നെക്സ്റ്റ് ഒരു സീരിയൽ ഒരു ആന്റി വില്ലൻ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പുറകെ നടന്ന കല്യാണം കുറെ സംഭവങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, കോമാളി ലൈക്ക് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതെങ്ങനെ ഫീൽ ചെയ്തു? ആദ്യം എനിക്കും ലൈക്ക് പെട്ടെന്നൊന്നും യോജിക്കാൻ പറ്റിയില്ല. കാരണം അത്രയും വലിയ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്, അത്രയും പവർ ഉള്ള ഒരാള്, അത്രയും സൂപ്പർ റിച്ച് ആയിട്ടുള്ള ബിസിനസ് എല്ലാം ഭയങ്കര രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബിസിനസ് മാൻ, അത് ഇത്ര ഏജും ഉള്ള ഒരാള് ഇത്ര റൂഡായിട്ട് എത്ര റഫ് ആൻഡ് ടഫായിട്ട് നിന്നിട്ട് പിന്നെ ആ ഒരു ചേഞ്ച്, ആ ഒരു ക്യാരക്ടർ ടോട്ടലി ചേഞ്ച് ആയി. തമാശ പറയുന്നു, കോമഡി കാണിക്കുന്നു, ചളി അടിക്കുന്നു, അതൊക്കെ വരുമ്പോ ചളിയുടെ എക്സ്ട്രീം. നമ്മൾ നോർമലി പോലും പ്രതീക്ഷിക്കാത്തൊരു ചളി ഇത്ര വലിയൊരാൾ പറയുമ്പം അക്സെപ്റ്റ് ആവാനൊക്കെ ആയിട്ട് കുറച്ചൊരു അത് പ്രേക്ഷകർക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ്. അപ്പം ഗീതുവിനും ആദ്യം അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഗീതു അത് മനസ്സിലാക്കാൻ കുറേ ടൈം എടുക്കുന്നുണ്ട്. ഈ പുള്ളിയുടെ ഒരു ചേഞ്ചും കാര്യങ്ങളും അവളോടുള്ള ലവ് കൊണ്ടാണ് എന്നുള്ളത് ഗീതുവിന് പിടികിട്ടാൻ അപ്പൊ അങ്ങനെയാന്ന് വേണ്ടിയിട്ടാണ് ഇയാൾ കോമാളിത്തരം അല്ല എന്നുണ്ടെങ്കിൽ ഇവളെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഗീതുവിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മള് സാധാരണ കാണുന്നത് പോലെയാ കാണുന്നത്, അങ്ങനെ കാണുന്നുള്ളൂ. ലൈക്ക് മേ ബി ഓഫീസിലും പുറത്തൊക്കെ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാൾ വീട്ടിൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു രീതിയിലേ കാണുന്നുള്ളൂ. അല്ലാതെ അങ്ങനെയാണ് എല്ലാവരുടെ ലൈഫ് എടുത്ത് നോക്കുക. നമ്മളൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ സ്നേഹിക്കാതെ വന്ന ഒരു നമുക്ക് കിട്ടാതിരുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അവളെ കിട്ടാൻ വേണ്ടി അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എക്സ്ട്രീം വരെ ഏത് മനുഷ്യനും പോകും, ഏത് സാധാരണക്കാരനും പോകും. ഒരു പെണ്ണിന്റെ സ്നേഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ രീതിയിൽ തീർച്ചയായിട്ടും പോകും. ആ സംശയം വേണ്ട. മനസ്സിലായിട്ടില്ല, ഇതിനെതിരെ മനസ്സിലായിട്ടില്ല. അതിൽ പ്രശ്നത്തിൽ ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ ഇയാളോട്ട് തുറന്ന് പറയുന്നുമില്ല. അതൊരു കുറ്റം പറയാൻ പറ്റും. ഇയാൾ ഈ പറയുന്ന പോലെ ഇയാള്
എത്ര വലിയ നമ്മൾ സീനിൽ പറയുന്നുണ്ട്, എത്ര വലിയ കോടിക്കണക്കിന് രൂപയുടെ പ്രപ്പോസൽസോ കൊട്ടേഷൻസ് വെക്കുന്നതിനോ ഒന്നും ഇയാളെ ഒന്നും പ്രശ്നമല്ല, വളരെ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യും. പക്ഷെ ഒരു പെണ്ണിന്റെ അടുത്തുള്ള സ്നേഹം പറയാൻ വേണ്ടി ബുദ്ധിമുട്ട്, അത് സംഭവിക്കുന്ന കാര്യമാണ്. സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇഷ്ടം തോന്നി ഒത്തിരി പേരുണ്ട്. അതിനകത്ത് 5-6 പേരെ മാത്രമേ ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 15 പേരെ ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടില്ല. തെറ്റുണ്ടെന്ന് ചേച്ചി പറയുന്നു. ഇതങ്ങനെയല്ല. ഇപ്പൊ ഇവിടെ നിങ്ങൾ രണ്ടുപേരും അടികൂടും, വീട്ടിൽ ചെല്ലുമ്പോ അവിടെ രണ്ടുപേരും കൂടെ അടികൂടും. ഇത് കണ്ടിട്ട് യൂട്യൂബിലല്ലേ? അതെ, ഞാൻ ലിങ്ക് കൊടുക്കൂല. നമ്മള് പ്രത്യേകിച്ച് എല്ലാവർക്കും അയക്കുമല്ലോ. ഇല്ല, ഞാൻ വീട്ടിൽ കാണിക്കില്ല. ഓക്കെ, അപ്പൊ അതെങ്ങനെയായിരുന്നു പ്രണയങ്ങൾ? ഇപ്പൊ കുറെ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞു. കല്യാണത്തിന് മുമ്പ് ഇഷ്ടം പോലെ പ്രണയങ്ങൾ. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഫീൽ? കാര്യം അതും ഇപ്പൊ അഭിനയിക്കുന്ന സീരിയലിന്റെ ഏതെങ്കിലും പോർഷനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും കോമാളിയായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും കണ്ടിട്ടും പരിചയിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോ സീരിയലിന്റെ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സീരിയലിന്റെ പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു ഷോട്ടിനും കട്ടിനും ഇടയ്ക്ക് നമ്മൾ ആ ക്യാരക്ടർ ആവുകയാണ്. കഴിഞ്ഞ് ഞാനും പിന്നെയും സാജൻ സൂര്യയാണ് ഞാൻ. അപ്പൊ ഞാൻ എവിടെയോ കണ്ടു മറന്ന് എന്റെ ലൈഫിലുള്ള കാര്യങ്ങൾ, ഞാൻ കണ്ട സിനിമയിലുള്ളത്, സീരിയലിലുള്ളത്, നാടകത്തിലുള്ളത്, ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അല്ല ഞാനിതൊന്നും ഒരിടത്തൊന്നും പറഞ്ഞു തരാറുണ്ട്. ഇപ്പൊ നമ്മൾ ഓരോ ആക്ഷനും കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോ തന്നെ എൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നത് ചേട്ടനിൽ നിന്ന്. ചേട്ടനാണ് കുറെ കാര്യങ്ങളും അതിനെ ഗ്രൂം ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ചേട്ടൻ പറയാറുണ്ട് നമ്മൾ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ സംസാരിക്കുക, എങ്ങനെ ഇമോഷൻസ് ഹോൾഡ് ചെയ്യുക, കൈ എങ്ങനെ യൂസ് ചെയ്യുന്നത്, അപ്പൊ എന്താ നമ്മൾ ഡയലോഗ് ഏത് മോഡുലേഷനിലാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ലൈഫിൽ സംഭവിക്കും, നമ്മൾ ലൈവായിട്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ആക്ഷൻസ്, അതൊക്കെ തന്നെയാണ് സീരിയലിൽ കൊണ്ടുവരുന്നത്. ഓർത്ത് വെക്കുക. പല സാധനങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ കൊള്ളാലോ എന്ന് പറയുന്ന സാധനം നമ്മൾ ഓർത്ത് വെക്കുക, അത് ഫീൽ വെക്കുക, എവിടെയെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുക. അത്രേ ഉള്ള സാധനം. ഇത് ഈ പ്രണയം ഒത്തിരി പഠിക്കാനുണ്ട്. പഠിക്കാനൊന്നുമില്ല, നമ്മുടെ ദൈനംദിന ജീവിതം ഇവിടെ പഠിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബിഗിനർ എനിക്ക് ഭയങ്കര പാടായിരുന്നു ആദ്യം. ആക്ടിങ് ഈ സീരിയൽ ആക്ടിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡയലോഗ് പറയാനായാലും എനിക്കറിയില്ല, ഒത്തിരി ലോങ് ഡയലോഗ്സ് ഉണ്ട്, അത് പെട്ടെന്ന് പറയാനൊന്നും എനിക്ക് കിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ അഭിനയിക്കുന്നതായാലും എനിക്ക് ആദ്യം വന്നപ്പോൾ എനിക്ക് തീരെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആദ്യത്തെ കുറെ സീക്വൻസുകൾ ചേട്ടൻ ഫുള്ള് വന്നിട്ട് ഷൗട്ട് ചെയ്യുന്ന സീക്വൻസുകളായിരുന്നു. കുറെ തൊട്ടേനും പിടിച്ചതും എല്ലാം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത്. അപ്പൊ ഞാനും ഇതില് എന്റെ ഭയങ്കര സൗണ്ടുമാണ്. കിഷോർ എന്ന് പറയുന്ന ക്യാരക്ടർ അഖിൽ, ഞങ്ങൾ രണ്ടുപേരും സാഞ്ചേട്ടനുണ്ടോ, ഓപ്പോസിറ്റ് സാഞ്ചേട്ടനാണോ, ടെൻഷൻ അഭിനയ സാഞ്ചേട്ടൻ വന്ന് ഷൗട്ട് ചെയ്യുന്നതായിരിക്കും സീന്. സാഞ്ചേട്ടൻ ഷൗട്ട് ചെയ്യാന്ന് പറയും കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ദേഷ്യപ്പെടുന്ന പോലെ തോന്നും. നമ്മൾ ശരിക്കും നമ്മൾ ഇടുന്ന എക്സ്പ്രഷൻ, ശരിക്കും നമ്മൾ പേടിച്ചിട്ട് ഇടുന്ന എക്സ്പ്രഷൻ അഭിനയിക്കുവാനും നമ്മൾ പ്ലാൻ ചെയ്ത് നിൽക്കും, ഇങ്ങനെയൊക്കെ അഭിനയിക്കാം, ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ കൊടുക്കാന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവിടെ ചെന്ന് ഷോട്ട് എടുക്കുമ്പോ കയ്യിൽ പോകും, പുള്ളി വന്ന് തകർത്തിട്ട് പോകും, ഞങ്ങൾ രണ്ടുപേരും കയ്യിൽ. ഈ കയ്യിൽ നിന്ന് പോയ സിറ്റുവേഷൻ ഏതെങ്കിലും ഒന്ന് പറയാവോ? ഇപ്പൊ ഏതായാലും കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, ഷൂട്ട് കഴിഞ്ഞ ഏതെങ്കിലും സാഗ് പറഞ്ഞു തന്നിട്ട് വീട്ടേക്ക് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ശരിയാക്കും. കാരണം എത്രയോ തവണ ഡയലോഗ്സ് തെറ്റി പോകാറുണ്ട്, ഒരുപാട് തവണ പറഞ്ഞിട്ട് തെറ്റി, അങ്ങനെ റീടേക്ക് പോകാറുണ്ട്. നമ്മുടെ സീരിയൽ അഭിനയം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക അഭിനയം, അല്ലാതെ ഒരു സിനിമ അഭിനയമോ നാടക അഭിനയമായിട്ട് അത് കണക്ഷൻ ഇല്ല. ഇത് സിനിമയ്ക്കും സീരിയലിനും ഇടയ്ക്ക് കിടക്കുന്ന ഒരു സാധനമാണോ സീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അല്ലെന്ന് ഞാൻ പറയും. നാടകത്തിന് കൃത്യമായ ഒരു അഭിനയമുണ്ട്, സിനിമയ്ക്ക് കൃത്യമായ ഒരു നാച്ചുറൽ ബിഹേവിങ്ങും. സീരിയലിന് പ്രത്യേക ഒരു സാധനം തന്നെയാണുള്ളത്. അത് അഭിനയിക്കാൻ ഇച്ചിരി പാടാണ്. അത് എന്നറിയോ, സീരിയൽ അഭിനയം എന്ന് പറയുന്നത് കുറച്ച് ടെക്നിക്സ് ആണ്. ഈ നമ്മള് ചില സ്ഥലങ്ങളിൽ ഭയങ്കരമായ അഭിനയമൊക്കെ നമുക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും നാച്ചുറൽ ആയിട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ കിട്ടും. പക്ഷെ ബാക്കിയുള്ള മോസ്റ്റ് ഓഫ് ദ സീൻസിൽ നമുക്ക് അങ്ങനത്തെ ഒരു സാധനമല്ല കിട്ടുന്നത്. നമുക്ക് പെട്ടെന്ന് സീന് കിട്ടും. എന്നറിയോ, നമുക്കൊരു ഈ ഒരു സീനിന് കിട്ടുന്ന സമയം വളരെ കുറവാണ്. നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മൾ 12-13 ഒക്കെ കുറവാണെന്ന് പറയാം. അതിൽ കൂടുതൽ സീൻസ് ആണ് നമ്മൾ ഒരു ദിവസം അഭിനയിക്കുന്നത്. അപ്പോൾ അതായത് നമുക്കൊരു ദിവസം നമ്മൾ മൊത്തം രാവിലെ 7 മണി തൊട്ട് രാത്രി 9-10 മണി എന്ന് പറയുമ്പോൾ ഏകദേശം 15-16-17 മണിക്കൂറാണ് നമുക്ക് കിട്ടുന്നത്. ഈ അതിനകത്ത് നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫ്രീ ടൈം, ഫുഡ് കഴിക്കുന്ന ടൈം എല്ലാം പോയിട്ട് കിട്ടുന്നത് നമുക്കൊരു 14 മണിക്കൂറോ 13 മണിക്കൂറോ കിട്ടുന്നത്. 11 സീനോ 12 സീനോ നമുക്ക് ഒരു സീൻ 1 മണിക്കൂർ വെച്ചാണ് കിട്ടുന്നത്. ഒന്ന് ആലോചിച്ചോ, ഒരു സിനിമയിൽ 2 ദിവസമായിരിക്കും, അല്ലെങ്കിൽ ഒരു സീനോ 2 സീനോ ആയിരിക്കും ഒരു സിനിമയിൽ ഒരു ദിവസം ചെയ്യുന്നത്. നമ്മൾ 12 സീൻ ചെയ്യുമ്പോൾ അതിന് നമ്മൾ പ്രത്യേകമായ ഒരു അഭിനയവും നമ്മുടെ അഭ്യാസവും പഠിച്ചേ പറ്റുള്ളൂ. ആ അഭ്യാസത്തിലാണ് നമ്മളിവിടെ ഭയങ്കര കഴിവുള്ള ആൾക്കാർ
ഇഷ്ടംപോലെ ഭയങ്കര കഴിവുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ വന്ന് നമ്മൾ ഈ ടെക്നിക്സ് ഒക്കെ പഠിച്ച് ഇങ്ങനെ അങ്ങ് നിന്ന് പോകുന്നതാണ് ഈ എന്താ പറയാ നമ്മൾ അല്ല നമുക്ക് ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, സിനിമയിൽ ഒരു സീൻ എടുക്കണമെങ്കിൽ 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ എടുക്കുന്നത്. ഇവിടെ ആ സമയത്ത് ഡ്യൂറേഷൻ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ ഒരു ചിലപ്പോൾ വിത്തൗട്ട് റിഹേഴ്സൽ ആയിരിക്കും, അല്ലെങ്കിൽ വിത്തൗട്ട് റിഹേഴ്സൽ പോവാറുണ്ട്. നമ്മൾ ആ ഡയലോഗ് പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് ചെയ്യുന്നതെന്ന് നമ്മൾ മൈൻഡിൽ ഇട്ടൊന്ന് ആക്കുന്നതിന് മുമ്പേ നമുക്ക് ഷോട്ട് പോകാറുണ്ട്. അപ്പൊ അത്രയും ഡിഫറൻസ് ഉണ്ട് സിനിമയുടെ ആക്ടിങ്ങും അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുകയും ചെയ്യും, നമ്മൾ ഒരു സാധനം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് അഭിനയിക്കരുത്. നമ്മുടെ ഗീതു അല്ലെങ്കിൽ ഗോവിന്ദ് എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി നമുക്ക് ആദ്യത്തെ 10-25 എപ്പിസോഡ് നല്ല സമയം എടുത്ത് ചെയ്യാറുണ്ട്. ആ 25 എപ്പിസോഡ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം 3 സീനോ 4 സീനോ 5 സീനോ വെച്ചായിരിക്കും 25 എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഫാസ്റ്റിലുള്ള പോക്കാം. അപ്പൊ ഈ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ 1 ലൈൻ വായിക്കുക, സീന് വായിക്കുക, എന്നിട്ട് നമ്മൾ ഒന്നും പഠിച്ചു വയ്ക്കാത്ത ക്യാരക്ടറായിട്ട് അങ്ങ് ബിഹേവ് ചെയ്യുക. അപ്പോൾ അതിൽ കൂടെ അങ്ങ് പൊക്കോളും. അല്ലാതെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് അഭിനയിക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കാൽക്കുലേഷനിൽ അഭിനയിക്കരുത്. നമുക്ക് അപ്പൊ ഒരു സാധനം വരും, ദൈവം തരും. എനിക്ക് തോന്നുന്നു ചെന്ന് വീണ സ്ഥലം നല്ല പഠിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? നിറച്ച് കാര്യമായാലും അയ്യപ്പേട്ടൻ, ചേച്ചി, സന്തോഷേട്ടൻ, ഇവരെല്ലാരും സീനിയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുന്നത്, അവരുടെ കയ്യിൽ നിന്ന് പഠിക്കാൻ ഒത്തിരി ഉണ്ട് കാര്യങ്ങളുണ്ട്. മോഡുലേഷൻസ് അയ്യപ്പേട്ടനായാലും അയ്യപ്പേട്ടനായിട്ട് അഭിനയിക്കുന്ന അനിൽ ചേട്ടനായാലും മോഡുലേഷനിൽ വെറുതെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കും, പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു ചോദിക്കും. ഞാൻ മോഡുലേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുതരും. അപ്പൊ അവരൊക്കെ ഭയങ്കര നാച്ചുറലായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം നമുക്കും ആഗ്രഹം അതുപോലെ ചെയ്യാനും പഠിക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ലൈഫ് ഇങ്ങനെയാണ്, വീട്ടിൽ ഇത്ര പേരുണ്ട്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഫ്രണ്ട്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യലായിട്ട് എങ്ങനെയാണ്? എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, നിറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ ആരുമായിട്ടും ബേസിക്കലി ട്രിവാൻഡ്രം തന്നെയാണ്. ഞാൻ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ എല്ലാവരും ഫ്രണ്ട്സ് തന്നെ. ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി 1-2 ദിവസം സ്ഥിരമായി വിളിക്കുകയും കാണുകയും ചെയ്യുന്നവരായിരിക്കും നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ്. ബാക്കിയുള്ളവരെല്ലാം എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. എൻ്റെ നല്ല സുഹൃത്തുക്കൾ അല്ലാത്തവരെന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ എൻ്റെ വളർച്ചയിൽ ഇഷ്ടമല്ലാത്ത, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മളെ ഇഷ്ടമല്ലാത്ത, അങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരെ മാത്രമേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ 1-2-3 പേരെ കാണും. ബാക്കി എല്ലാവരുമായിട്ടും ഞാൻ കഴിയുന്നതും സൗഹൃദം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. എല്ലാവരോടും ഏറ്റവും നന്നായിട്ട് ബിഹേവ് ചെയ്യുക, എല്ലാവരെയും വളരെ ക്ലോസ് ആയിട്ട് നിർത്തുക എന്ന ആഗ്രഹത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ അതിനകത്ത് അല്ലാത്ത ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരായിരിക്കാം. പക്ഷെ എനിക്ക് എടുത്തു പറയാൻ തന്നെ ഇൻഡസ്ട്രിയിൽ എനിക്ക് അറിയാൻ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു 2-3 പേരെ കാണത്തുള്ളൂ. ഉണ്ടോന്ന് തന്നെ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു ഉണ്ടായെങ്കിൽ 1-2-3 പേരെ കാണത്തുള്ളൂ. ബാക്കി എല്ലാവരെയും ഞാൻ എൻ്റെ എന്താ പറയുക വളരെ സൗഹൃദത്തോടെ എൻ്റെ നെഞ്ചിനകത്തും എൻ്റെ കൈക്കുള്ളിൽ കൊണ്ടു നടക്കുന്ന, എനിക്ക് അങ്ങനെ കൊണ്ടു നടക്കാനാണ് ഇഷ്ടം. ഞാൻ എൻ്റെ കുടുംബത്തിൽ ഭയങ്കര കെയറിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയാണ് സെറ്റിൽ എല്ലാവരോടും അങ്ങനെ. ലൈക്ക് കൊച്ചുകുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവരുടെ അടുത്തും ഒരേപോലെയാണ്. ഇപ്പം എന്റെ അടുത്ത് എങ്ങനെയാണ് അതുപോലെ തന്നെ അമൃതയുടെ അടുത്തും രേവതിയുടെ അടുത്തും ശ്വേത അമ്മയായിട്ട് ചെയ്യുന്ന ക്യാരക്ടർ, അങ്ങനെ എല്ലാവരുടെ അടുത്തും അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് എല്ലാവരുടെ അടുത്തും ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും. കൊച്ചുകുട്ടികൾ വന്നാൽ പോലും അവരുമായിട്ട് അങ്ങനെ പെട്ടെന്ന് സിംഗിൾ ആവും. ഭയങ്കര എനിക്ക് അങ്ങനെ ഇഷ്ടം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോഴും ആ യുവത്വം, നമ്മൾ ഒരിക്കലും ഭയങ്കര ഏജ് അല്ലെങ്കിൽ എനിക്ക് ഇത്ര 20 വർഷം അല്ലെങ്കിൽ 23 വർഷം ഞാൻ ഇങ്ങനെ നിൽക്കുന്ന ആളാണ് അങ്ങനെയല്ല. എനിക്ക് ഒരു ഫ്രഷ് ഫേസ് എപ്പോഴും. അങ്ങനെ ഒരു സീനിയോറിറ്റി ഒന്നും ഒരിക്കലും ഒരു ആക്ഷനിൽ പോലും കാണിച്ചിട്ടില്ല. നമുക്ക് എപ്പോഴും പറഞ്ഞു തരാൻ ശ്രമിക്കാറുള്ളത്. എനിക്ക് പറഞ്ഞു തരുന്ന പോലെ തന്നെ എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എവിടെയെങ്കിലും ഇരിക്കുകയാണ്, ചെയറില്ല എന്നുണ്ടെങ്കിൽ ചേട്ടൻ അവിടെ താഴെ കുത്തിയിരുന്നോളും, എന്നിട്ട് നമ്മളെ പിടിച്ചിരുന്നു. ഭയങ്കര പൊളൈറ്റ് ആണെന്ന് ഉദ്ദേശിച്ചത്. ഈ ആക്ടേഴ്സിനോട് മാത്രമല്ല, കോ ആർട്ടിസ്റ്റിനോട് മാത്രമല്ല, സെറ്റിലുള്ള ഓരോ ആൾക്കാരും, പ്രൊഡക്ഷനിലുള്ളവരോട് അതൊരു ക്വാളിറ്റിയാണ്. അപ്പൊ ചേട്ടൻ അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചേട്ടനിൽ നിന്നും ബാക്കിയുള്ളതിൽ നിന്നോ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മളും അത് തന്നെയാണ് പഠിക്കുക, അത് തന്നെയാണ് ഫോളോ ചെയ്യുക. അത്രേ ഉള്ളൂ. അവിടെ എങ്ങനെയാണ് ഒരു ഡോക്ടർ ലൈഫ് എന്നൊരു ആർട്ടിസ്റ്റായി അഭിനയം അങ്ങനെയൊക്കെ വന്നൊരു സെലിബ്രിറ്റി ലെവലൊക്കെ എത്തിയപ്പോൾ ചേഞ്ച് എന്തായിരുന്നു? ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും ചെറുതായിട്ട് റിഫ്ലക്ട് ചെയ്യുക.
ഫ്രണ്ട്സ് ഒക്കെ പണ്ട് ഇപ്പൊ നല്ല ട്രോള്, ഏറ്റവും കൂടുതൽ ട്രോൾ എന്നത് ഫ്രണ്ട്സ് ആയിരിക്കും. കാരണം എവിടെ പോയാലും എന്തെങ്കിലും കാര്യത്തിൽ ഗീത ചേച്ചി പോകുന്നു ചുമ്മാ ഇവളുമാരെ ലൈക്ക് ഫ്രണ്ട്സ് ആയിട്ട് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇവന്മാർ അങ്ങോട്ട് പിടിച്ചിട്ട് ഇതറിയോ ഇത് ഗീത ചേച്ചി ചുമ്മാ എന്നെ വിളിച്ച് ട്രോളാറുണ്ട് കൂടുതലും. പിന്നെ ഫാമിലിന്നൊക്കെ ആയാലും പണ്ട് വിളിക്കാത്ത റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഇപ്പൊ വിളിക്കും. പണ്ട് അറിയാത്തവരൊക്കെ കൂടുതലും അറിയും, സംസാരിക്കും. പക്ഷെ അത് നല്ല ഇന്റൻഷനോട് കൂടി വരുന്നവരാണ് കേട്ടോ. അങ്ങനെ നമ്മളെ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞിട്ട് തിരിച്ചു വരുന്നവരാണ്. എടുക്കുന്നുണ്ട് അവര്. ഏതൊരു സിനിമ വീട്ടിലിരുന്നേ ഉച്ചയ്ക്ക് മോള് വിജയുടെ ഭയങ്കര ഫാനാണ്. സിനിമ കണ്ടപ്പോൾ ആ സിനിമയിൽ ഇതേപോലെ തന്നെ പറയുന്ന ഒരു സാധനമുണ്ട്, നിങ്ങൾക്ക് ബന്ധുക്കളുണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നന്നായിരുന്നാൽ മതി. എല്ലാവരും ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ നന്നായി അതിനകത്ത് പറഞ്ഞു അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ നന്നായിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ അടുത്ത് വരുമെന്ന് ഒന്ന് കേട്ടേ ഉള്ളത്. പിന്നെ മേ ബി എല്ലാവരും ഡേ ടു എവറി ഡേയിൽ കാണുവാണല്ലോ, സീരിയൽസ് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓർത്തിട്ട് വിളിക്കുന്നതും ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഭയങ്കര സന്തോഷമാണ്, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. അങ്ങനെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല ലൈക്ക് എന്തുകൊണ്ട് അത് വിട്ടു, ബാക്ക് ടു അതിലേക്ക് പോകുന്നില്ല. എല്ലാവരും എന്നെ അടുത്തറിയുന്ന എല്ലാവരും ഞാൻ ചെയ്യുന്ന എന്റെ അടുത്ത ചോദ്യം അതാണ്, ഇനി എന്താണ് ആ ഒരു മെഡിക്കൽ ഫീൽഡിലോട്ട് പോവില്ലോ. അല്ല അത് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരിക്കലും ഡ്രോപ്പ് ചെയ്യില്ല. അത് അതാണ് ഇപ്പൊ അവിടുത്തെ സ്റ്റാഫ് നഴ്സ് ആണ്. എല്ലാ ഷെഡ്യൂൾ വരുമ്പോഴും കുറെ മെഡിസിനുമായിട്ടാണ് ദോഷം ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ കൃത്യമായിട്ട് മാറുന്നില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ അല്ല ഞാൻ അങ്ങനെ ഡോക്ടറാണ്. ഞാൻ മീൻസ് എന്തെങ്കിലും ഒരു കാര്യമോ എന്തെങ്കിലും ഒരു അസുഖാക്കൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഞാൻ അങ്ങോട്ട് പോയി പറയത്തില്ല. അവരിങ്ങോട്ട് വന്നാലേ ഞാൻ ചോദിച്ചു. കാരണം എല്ലാവർക്കും ഒരു ഫസ്റ്റ് അവരുടെ ഓൺ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ഹോം റെമഡീസ് ട്രൈ ചെയ്യും. പിന്നെ അവരുടെ അറിയാവുന്നവർ പറയുന്ന കേൾക്കും. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ഡോക്ടറിനെ കാണാം. അങ്ങനെ ആ സ്റ്റേജിൽ വരുമ്പോഴേ ഞാൻ ഉള്ളൂ. പിന്നെ അല്ലാണ്ട് നമുക്ക് ആ ഫ്രീഡം ഉള്ളവരാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി പറയും. അപ്പൊ ഞാൻ മെഡിസിൻസ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാറുണ്ട്. പക്ഷെ ഈ ഒരു പ്രൊഫഷൻ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, പോകെ ഒരു ഫെലോഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഇപ്പം അതിനുള്ള ഒരു ടൈം ഗ്യാപ്പ് എനിക്ക് കിട്ടുന്നില്ല അത് കണ്ടിന്യൂ ചെയ്യാൻ. ഇതിന് എപ്പോഴെങ്കിലും ഒരു ടൈം ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യും. സ്മൈൽ ടോക്സിലെ ഫസ്റ്റ് കപ്പിൾസ് ആണ് നിങ്ങൾ. അതെ ഇതുവരെയ്ക്കും ഒരു കപ്പിള് ഞാൻ ഒരുമിച്ച് ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. അപ്പം ഇതിലെന്ന് വെച്ചാല് നിങ്ങളുടെ മനപ്പൊരുത്തം, അതായത് 1 year ആവുമല്ലേ ഇപ്പൊ. അപ്പം തിങ്സ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, പക്ഷെ ഒന്നുമില്ല, എനിക്കും തോന്നുന്നില്ല. ഇല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഞാൻ കണ്ടുപഠിച്ച കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോ ഓക്കെ എങ്കിൽ ഫൈൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇഷ്ടപ്പെട്ട കളർ പറ. വിനി പറ. എനിക്കോ? അല്ല ചേട്ടന് ഇഷ്ടപ്പെട്ട കളർ. ഷാപ്പിംഗ് പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ ബ്ലൂ ഒക്കെ ബ്ലാക്ക് ആയിരിക്കും. ആമ്പിളാർക്ക് എല്ലാവർക്കും ഇഷ്ടം. ഏതാ ഇഷ്ടം? ബ്ലൂ. ആണുങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ച് എനിക്ക് ഇഷ്ടമുള്ള ഏതായിരിക്കും? ഒരു ചാൻസും ഇല്ല. അല്ല, പിങ്ക് ആയിരിക്കും. അല്ല, പറഞ്ഞു. യെല്ലോ. പോട്ടെ, ഫുഡ് ചേട്ടന് ഇഷ്ടമുള്ള ഇപ്പൊ ബിരിയാണി എന്ന് പറയായിരിക്കും. എനിക്ക് ഇഷ്ടമുള്ള എന്തായിരിക്കും? ലൊക്കേഷനിൽ വന്നിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് അല്ല, ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ ആയിരിക്കും. അല്ല, എനിക്ക് ഊണ ഇഷ്ടമാണ്. ഇവിടെ എന്ത് കിട്ടിയാലും കഴിക്കും. ഏറ്റവും പോയി ഇഷ്ടമുള്ള ട്രാവലിംഗ് സ്പോട്ട് ഏതാണ്? ചേട്ടന് ഇഷ്ടമുള്ള വീടായിരിക്കും. അല്ല, പൊന്മുടി ആയിരിക്കും. ട്രാവലിംഗ് സ്പോട്ട് മണാലി അല്ലേ, അവിടെ ഇടയ്ക്ക് പോവാണ്ടെന്ന് പറയാതെ. എനിക്ക് ഇഷ്ടമുള്ളതോ? അങ്ങനെയല്ല, ഇപ്പൊ പോകാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് മണാലിയിലാണ്. ഓക്കെ, പക്ഷെ എനിക്ക് പോകാൻ ഇഷ്ടമുള്ള പ്ലേസ് അതല്ല കേട്ടോ, മാൽദീവ്സ് ആണ്. ഓക്കെ, ഇഷ്ടപ്പെട്ട ഡ്രസ് പിന്നീട് ഇടാൻ ഇഷ്ടമുള്ള? അല്ല, ചുരിദാറായിരിക്കും. സാരി. അതെനിക്ക് കംഫർട്ട്. ഞാൻ കുർത്തയും മുണ്ടും.
ജീൻസും ടീഷർട്ടും. എനിക്കതാ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. മനസ്സിലായോ? ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തായാലും അറിയില്ല, അവിടെ ഇഷ്ടമുള്ള അറിയില്ല. പിന്നെ ഒന്നിനും പൊരുത്തമില്ലാതെ മനസ്സിലായല്ലോ. എന്തായാലും ചേട്ടന് എന്താ ഇഷ്ടം? രണ്ടുപേരും കപ്പ് അടിക്കാത്തത് കൊണ്ട് ആ കപ്പ് ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ പുഴുങ്ങിയ കപ്പാണ്. രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ക്യാരക്ടറൊക്കെ വൻ വിജയമാണ്, സീരിയൽ വൻ വിജയമാണ്. അപ്പൊ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് ഗീതാ ഗോവിന്ദം കൃത്യമായി കാണണം എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി. കാരണം നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. ഞങ്ങളുടെ സീരിയൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണണം. ഞങ്ങളുടെ സീരിയലെന്നല്ല, എന്ത് സീരിയലാണെങ്കിലും എന്ത് പ്രോഗ്രാം ആണെങ്കിലും ഇഷ്ടപ്പെടില്ലെങ്കിൽ അതെ, ഇത് എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ള, അപ്പൊ നിങ്ങളാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള എന്റർടൈൻമെന്റ് ആണ്. ഞങ്ങളുടെ സീരിയലിൽ നിന്നും അത്തരത്തിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എന്റർടൈൻമെന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തുടർന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തായാലും ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന ഒരു സീരിയൽ നിങ്ങളൊരു ഭയങ്കര നാളെ സമൂഹത്തിനെ മാറ്റിമറിക്കാൻ പോകും. അതെ, വലിയ മെസ്സേജ് തരുന്നതോ അല്ലെങ്കിൽ ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരുന്നതോ ഒന്നുമല്ല. എന്തായാലും ആ കണ്ടോണ്ടിരിക്കുന്ന അരമണിക്കൂർ നിങ്ങൾ ഹാപ്പി ആക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിന് എന്തൊക്കെയാണെങ്കിലും കാണുന്ന ഈ അരമണിക്കൂർ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. അത് അല്ലാതെ ഒരുപാട് കരച്ചിലോ ബഹളോ പിഴിച്ചിലോ ഒന്നും ഉള്ള ഒരു സീരിയലല്ല. ഈ ഒത്തിരി പേര് നമ്മൾ പുറത്തു പോകുമ്പോൾ പറയും സീരിയൽ എന്ന് പറയുന്നത് കരച്ചിലും പിഴിച്ചിലും ഒക്കെയാണ്. കരച്ചിലും പിഴിച്ചിലും ഇല്ലാത്തൊരു സീരിയലാണ് ഗീതാ ഗോവിന്ദം എന്ന് പറയുന്നത്. കരച്ചിലും പിഴിച്ചിലും ഉണ്ട്, നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള കരച്ചിലും പിഴിച്ചിലും ഒക്കെ അതിനകത്തുണ്ട്. ട്വിസ്റ്റ് ഉണ്ട്, ടേൺ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കാണുക. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ പുറത്ത് പോകുമ്പോൾ കോളറെ കുത്തിപ്പിടിച്ചില്ല ഇഷ്ടപ്പെട്ടില്ലടി എന്ന് പ്രത്യേകം പറയുക. അല്ലാണ്ട് ഈ വീരുക്കളെ പോലെ ചില ആൾക്കാരൊന്ന് യൂട്യൂബിന്റെ താഴെ എഴുതുന്ന പോലെ തെറി എഴുതാൻ നിൽക്കണം. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന് മാത്രം പറയാനുള്ളൂ. അല്ല, പ്രേക്ഷകരുടെ പറയാനുള്ളത് അത് മാത്രമാണ്. നമ്മളടുത്ത് എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രത്യേകിച്ച് എന്നെയൊക്കെ പറഞ്ഞ് ഞാൻ ഒന്നാമത് ഈ പബ്ലിക്കിലാണ്. എന്നെ ഈ പറയുന്ന തിരുവനന്തപുരം സിറ്റിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ദിവസവും ഷൂട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ സിറ്റിയിൽ എവിടെയെങ്കിലും നടക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെ നമ്മളൊന്നും ഒളിച്ചിരിക്കുന്ന ആൾക്കാരൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെടാനായിട്ട് വലിയ പാടുമില്ല. നമ്മളൊന്നും വലിയ നക്ഷത്രങ്ങളല്ല, സാധാരണക്കാരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ ഫോണിൽ വിളിച്ചൊക്കെ പറയാം. അല്ലാണ്ട് ഈ പറയുന്ന പോലെ യൂട്യൂബിൽ വന്നിട്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ട് തെറി എഴുതുന്ന ആൾക്കാരോട് ഭയങ്കര പുച്ഛം തോന്നും. വേർഡ്സ് അല്ല, അത് നമുക്കെപ്പോഴും ക്യാരക്ടറിനെ പറയുകയോ സീരിയലിനെ പറയാൻ നമുക്ക് ഹേർട്ട് ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്നവരെ ഫാമിലിയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറയുമ്പോൾ ശരിക്കും നമ്മളിത് വായിക്കാറില്ല. പക്ഷെ നമുക്കിത് ചിലർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നിട്ട് പറയുന്നത് ഇത് ഫാമിലി വരെ പറയുന്നതാണ്. നമ്മുടെ ഫാമിലി അവർ വീട്ടിലിരിക്കുന്ന ഇപ്പൊ എന്റെ ഫാമിലി ഇപ്പം എന്താ പറയാ, വൈഫിനെ എന്നെ മക്കളെയൊക്കെ ചീത്ത പറയുക, അല്ലെങ്കിൽ അവിടെ നൂബിനെ ഉൾപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ചീത്ത പറയുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെയുള്ളവരെ പേഴ്സണലായിട്ട് തെറി പറയുകയും നമുക്ക് ഭയങ്കര വിഷമം തോന്നും. ആ വിഷമം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മുറിവാണ് ആ സാധനം എന്ന് പറയുന്നത്. അതിങ്ങനെ എഴുതുന്നവർക്ക് നിങ്ങൾക്ക് സന്തോഷം തരുന്നെങ്കിൽ നിങ്ങളായിക്കോ, അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നെഗറ്റീവായിട്ട് വരുള്ളൂ. അപ്പൊ നമുക്ക് വായിക്കുന്ന സമയത്തുള്ള വിഷമമല്ല, ഞാൻ ഇത് വായിച്ചിട്ട് തന്നെ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ. ഞാൻ ഈ ടവൽ ഡാൻസ് കളിച്ച സമയത്ത് എന്നോട് ആ സമയത്ത് എൻ്റെ അടുത്ത് ഭാര്യയെടുത്തും മക്കളെടുത്തും ഇവക്കൊക്കെ ഭയങ്കര മോശമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ വായിച്ചിട്ടുണ്ട്. ഞങ്ങളത് വായിച്ചിട്ട് ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇത് വായിച്ചിട്ട് ഞങ്ങൾ ചിരിക്കുകയായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ കഴിഞ്ഞു, അത് ഇത്രയും വർഷം കഴിഞ്ഞ് എല്ലാവരും മറന്നുപോയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് വായിച്ചിട്ട് ഞങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് നമുക്കൊരു വിഷമം തോന്നും. ആ ഒരു സെക്കൻഡ് വായിക്കുന്ന സമയം മാത്രം. അത് കഴിയുമ്പോൾ നമുക്ക് വിഷമം തോന്നാറില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത് വായിച്ചിട്ട് വിഷമിച്ച് കിടന്ന് ഉറങ്ങണമെന്നൊന്നും ആരും വിചാരിക്കരുത്. എന്നാൽ പോലും അതിന് ശ്രമിക്കാതിരിക്കുക. ഗീതുവിനെയും ഗോവിന്ദിനെയും ഗീതാ ഗോവിന്ദത്തിനെയും സീരിയൽസിനെയും ഒക്കെ കുറിച്ച് നിങ്ങൾ തെളിയിക്കും. അല്ല, പലർക്കും ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല ഇത് ആക്ടിങ് ആണ്. ഈ ഒരു ജനറേഷനിൽ ജീവിച്ചിട്ടും ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം നമ്മുടെ ഫാമിലിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവരുടെ പർപ്പസ് വേറെയാണ്. ഇതിനെപ്പറ്റി ജെന്യൂൻ ആയിട്ട് സംസാരിക്കുകയൊന്നുമല്ല. ആ ആളെ അപ്പൊ ഫേക്ക് ആണ് എന്നുള്ളതാണ് അവരുടെ ആ ഒരു തോട്ട്, അവരെ എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഞാൻ പക്ഷെ കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ മൈൻഡ് ആക്കാറില്ല. അങ്ങനെ മൈൻഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ സമയമുള്ളൂ. ഞാൻ എപ്പോഴും ചെയ്യുക ഗുഡ് റെസ്പോൺസ്, പോസിറ്റീവ് റെസ്പോൺസ് എടുക്കുക എന്നുള്ളത് മാത്രം. അല്ലാതെ ഒന്നും ഞാൻ ഇഗ്നോർ ചെയ്ത് കളയുകയും ചെയ്യാറുണ്ട്. ഇത് വന്നിട്ട് ഗോവിന്ദന് ഒരു ഉമ്മ വരുമ്പോ അയ്യോ ഇതൊന്നും നൂബിൻ കാണുന്നില്ലേ, അപ്പം അല്ലെങ്കിൽ ഞാൻ ഗീതുവിന് ഉമ്മ കൊടുക്കുമ്പോ സാജിന്റെ വീട്ടിൽ വിനിത കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മളൊരു 10-35 പേര് നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന
ആക്ടിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലിയാണ്, അല്ലെങ്കിൽ നമ്മുടെ അതിന് അത് തിരിച്ചറിയാതെ ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്താ പറയാ, അത്തരം ആൾക്കാരോടൊന്നും പറയാനില്ല ആ ഒരു സാധനം. അല്ലാത്ത ആൾക്കാരോട് ഒത്തിരി സ്നേഹം പറയുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി സീരിയലിനെ തെറി പറയുന്ന ആൾക്കാരുണ്ട്, അവരോടൊക്കെ ഞങ്ങൾക്ക് സ്നേഹമാണ്. കാരണം അവർ ജെന്യൂൻ ആയിട്ടുള്ള കാര്യം. ഒരുപാട് പേര് പോസിറ്റീവ് റെസ്പോൺസ്, ഒരുപാട് പേര് അതിൽ വളരെ കുറച്ച് പേരാണ് നെഗറ്റീവ് പറയുന്നത്. നമ്മളത് മൈൻഡ് ആക്കാറില്ല. സീരിയലിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്നവരോട് പറയും, അവര് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ അതിനെ പേഴ്സണൽ ആക്കരുത്. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് പ്രേക്ഷകരോട് പറയാം. ഇത്രയും സമയം നമ്മളോടൊപ്പം നമ്മുടെ സ്മൈൽ ടോക്സിൽ വന്ന് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് ഒത്തിരി നന്ദിയുണ്ട്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ